ഈ വിശുദ്ധവാര ധ്യാനത്തിൽ പങ്കെടുക്കുന്ന എല്ലാ ദൈവമക്കൾക്കും ഏകരക്ഷകനായ യേശുക്രിസ്തുവിൻ്റെ ധന്യനാമത്തിൽ എല്ലാവിധ അനുഗ്രഹങ്ങളും കൃപകളും ആശംസിക്കുന്നു. ഹല്ലേലൂയ. ഇന്ന് വചന ശുശ്രൂഷയ്ക്ക് വേണ്ടി നമ്മൾ തിരഞ്ഞെടുത്തിരിക്കുന്ന വിഷയം വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 26-ാം അധ്യായം 41-ാം തിരുവചനമാണ്. തൻ്റെ 3.5 വർഷത്തെ പരസ്യ ജീവിതം അതിൻ്റെ സമാപ്തിയിലേക്ക് അടുത്തപ്പോൾ ഗത്സമനി വെച്ച് പ്രാർത്ഥിച്ചൊരുങ്ങുന്ന ഈശോ തൻ്റെ 3.5 വർഷത്തെ ശുശ്രൂഷയുടെ സമാപനമാകുമ്പോൾ ശിഷ്യന്മാരെ വിളിച്ച് പറയുകയാണ്, പ്രലോഭനത്തിൽ അകപ്പെടാതിരിക്കാൻ നിങ്ങൾ ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കുവിൻ. ഈ വിശുദ്ധ വാരത്തിൽ ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന എല്ലാ ദൈവമക്കളോടും അന്ന് അപ്പസ്തലന്മാരോട് ഈശോ പറഞ്ഞ അതേ വചനങ്ങൾ തന്നെ അവിടുന്ന് ആവർത്തിക്കുകയാണ്. പ്രലോഭനത്തിൽ അകപ്പെടാതിരിക്കാൻ നിങ്ങൾ ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കുവിൻ. ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, ഈ ഒരു വചനത്തിൻ്റെ പശ്ചാത്തലം കൂടി നമ്മൾ മനസ്സിൽ ഓർക്കണം. സാധാരണ നമ്മളൊക്കെ ഒരാഴ്ച ധ്യാനം കൂടുന്നവരാണ്, 3 ദിവസത്തെ ധ്യാനത്തിൽ പങ്കെടുക്കുന്നവരാണ്, ഏകദിന കൺവെൻഷനുകളിൽ പങ്കെടുക്കുന്നവരാണ്. എന്നാൽ ലോകം കണ്ടതിൽ വെച്ച് ഏറ്റവും ശക്തമായ, ഏറ്റവും അഭിഷേകം നിറഞ്ഞ ഒരു ശുശ്രൂഷയുടെ സമാപനത്തിലാണ് യേശു ശിഷ്യന്മാരോട് പറയുന്നത്, നിങ്ങൾ പ്രലോഭനത്തിൽ അകപ്പെടാതിരിക്കാൻ ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കുവിനെന്ന്. 3.5 വർഷത്തോളം നീണ്ടു നിന്ന ഒരു ധ്യാന ശുശ്രൂഷ, അത് ധ്യാനിപ്പിക്കുന്നത് പിതാവായ ദൈവത്തിൻ്റെ ഏകജാതനായ യേശുവാണ്. സ്വർഗത്തിലും ഭൂമിയിലുമുള്ള എല്ലാ അധികാരവുമുള്ള യേശു ക്രിസ്തു ഇതാ ഈ 12 അപ്പസ്തോലന്മാരെ 3.5 വർഷം കൂടെ കൊണ്ടുവന്ന് വചനം പഠിപ്പിക്കുന്നു, ചില കാര്യങ്ങൾ രഹസ്യത്തിൽ പറഞ്ഞു കൊടുക്കുന്നു. എന്നിട്ടും അവസാനം ഈശോ പറയുന്നത്, നിങ്ങൾ ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കുവിൻ എന്നുള്ളതാണ്. ഹല്ലേലൂയ. ഈശോയുടെ പരസ്യ ജീവിതകാലത്ത് ഈ ശിഷ്യന്മാരെ കാണാത്തതായിട്ട് ഒന്നും തന്നെ ഇല്ല. ജന്മന അന്ധനായി പിറന്നവര് കണ്ണു തുറക്കുന്ന അത്ഭുതങ്ങൾ, ചെകിടരായി പിറന്നവരുടെ കാതുകൾക്ക് തുറവി ലഭിക്കുന്ന അനുഭവങ്ങൾ, തളർവാദ രോഗികൾ കിടക്കയുമെടുത്തുകൊണ്ട് ഓടിപ്പോകുന്ന അനുഭവങ്ങൾ, അപ്പം വർദ്ധിപ്പിക്കുന്ന അത്ഭുതങ്ങൾ, പ്രകൃതിയുടെ മേൽ ദൈവത്തെ ശക്തി പ്രകടിപ്പിച്ചുകൊണ്ട് കാറ്റിനെയും കടലിനെയും ശാന്തമാക്കുന്ന യേശു ക്രിസ്തു, എല്ലാത്തിനുപരി ഈ കാലഘട്ടത്തിൽ നമുക്കൊന്നും അവകാശപ്പെടാനില്ലാത്ത മരിച്ചവരെ ഉയർപ്പിക്കുന്ന വിധത്തിലുള്ള അത്ഭുതങ്ങൾ, അനേകരെ യേശു ഉയർപ്പിക്കുന്നത്, പ്രത്യേകിച്ച് ലാസറിന്റെ കുഴിമാടത്തിൽ വന്ന് ജീർണിച്ച് ദുർഗന്ധം വരുന്ന ലാസറിന്റെ കുഴിമാടത്തിൽ 4-ാം ദിനത്തിൽ വന്ന് ലാസറെ പുറത്തു വരിക എന്ന് പറഞ്ഞ് മരിച്ചവനെ ജീവനോടെ പുറത്തു കൊണ്ടുവരുന്ന യേശു. അത്രയും വലിയ അത്ഭുതങ്ങളുടെ ഘോഷയാത്ര കൺമുൻപിൽ കണ്ടവരാണ് ശിഷ്യന്മാരെ. ഇനി യേശു ചെയ്ത കാര്യങ്ങൾ മാത്രമല്ല, ഈ ശിഷ്യന്മാരെ യേശു പരസ്യ ജീവിതകാലത്ത് വ്യത്യസ്ത ഗ്രാമങ്ങളിലേക്ക് ശുശ്രൂഷയ്ക്ക് വേണ്ടി പറഞ്ഞയക്കുമ്പോൾ ശുശ്രൂഷയ്ക്ക് വേണ്ടി പോയി തിരിച്ചു വരുന്ന ശിഷ്യന്മാര് വലിയ അഭിമാനത്തോടും സന്തോഷത്തോടും കൂടെ പറയുന്നുണ്ട്, കർത്താവേ, നിന്റെ നാമത്തിൽ പിശാചുകൾ പോലും ഞങ്ങളെ അനുസരിക്കുന്നു, നിന്റെ നാമത്തിൽ രോഗസൗഖ്യങ്ങൾ സംഭവിക്കുന്നു. വലിയ അത്ഭുതത്തോടു കൂടി ശിഷ്യന്മാര് യേശുവിൻ്റെ അടുത്ത് വന്ന് പറഞ്ഞു. എന്ന് വെച്ചാൽ യേശു അത്ഭുതം ചെയ്യുന്നത് അവർ കണ്ടു, യേശുവിൻ്റെ നാമത്തിൽ ശിഷ്യന്മാര് അത്ഭുതങ്ങൾ പ്രവർത്തിച്ചു. എന്നിട്ടും യേശുവിന് ശിഷ്യന്മാരോട് പറയാനുള്ളത്, പ്രലോഭനത്തിൽ അകപ്പെടാതിരിക്കാൻ നിങ്ങൾ ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കുവിൻ എന്നുള്ളതാണ്. ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, പ്രാർത്ഥനയുടെ മാതൃക നമുക്ക് ബൈബിളിൽ യേശുവിൻ്റെ ജീവിതം തന്നെയാണ്. യേശുവിൻ്റെ 33.5 വർഷത്തെ ജീവിതത്തിൽ 30 വർഷം ഈശോ പ്രാർത്ഥിച്ചൊരുങ്ങി. എന്നിട്ടും 3.5 വർഷത്തെ ശുശ്രൂഷയ്ക്കിടയ്ക്ക് അനേകം മണിക്കൂറുകൾ, അനേകം ദിവസങ്ങൾ പ്രാർത്ഥനയ്ക്ക് വേണ്ടി മാറ്റിവെച്ചവനാണ് യേശു. അതുകൊണ്ട് തന്നെ യേശു പിതാവ് യേശുവിൻ്റെ മേൽ ഏൽപ്പിച്ച ദൗത്യം പൂർത്തിയാക്കി കുരിശിൽ കിടന്നുകൊണ്ട് പറഞ്ഞു, പിതാവേ, ഇതാ അവിടുത്തെ കൈകളിൽ എൻ്റെ ആത്മാവിനെ ഞാൻ സമർപ്പിക്കുന്നു, എല്ലാം പൂർത്തിയായിരിക്കുന്നു. കുരിശിൽ കിടന്നുകൊണ്ട് സംതൃപ്തിയോടെ ഈശോ ആത്മാവിനെ സമർപ്പിക്കുകയാണ്. അതിന് യേശുവിന് സാധിച്ചതിൻ്റെ അടിസ്ഥാന കാരണം യേശു പ്രാർത്ഥനയുടെ വ്യക്തിയായിരുന്നു എന്നുള്ളതാണ്. ഹല്ലേലൂയ. ഈ നോമ്പ് കാലത്തിൽ, ഈ വിശുദ്ധ വാരത്തിൽ യേശുവിൻ്റെ പ്രാർത്ഥനയെക്കുറിച്ച് വിശുദ്ധ ഗ്രന്ഥം പഠിപ്പിക്കുന്ന ചില കാര്യങ്ങൾ നമ്മുടെ വിചിന്തനത്തിന് വേണ്ടി കൊണ്ടുവരാം. ഈശോയുടെ പ്രാർത്ഥന ഒന്നാമത്തെ പ്രത്യേകത ലൂക്കായുടെ സുവിശേഷത്തിൽ 3-ാം അധ്യായത്തിൽ 21-ഉം 22-ഉം വാക്യങ്ങൾ നമ്മൾ വായിക്കുന്നു. ജനം സ്നാനം സ്വീകരിച്ചു കൊണ്ടിരുന്നപ്പോൾ യേശുവും വന്ന് സ്നാനമേറ്റു. അവൻ പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നപ്പോൾ സ്വർഗം തുറക്കപ്പെട്ടു.
പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന യേശുവിൻ്റെ മുമ്പിലാണ് സ്വർഗം തുറക്കപ്പെട്ടതെന്ന് വചനം പഠിപ്പിക്കുകയാണ്. പരിശുദ്ധാത്മാവ് പ്രാവിൻ്റെ രൂപത്തിൽ അവൻ്റെ മേൽ ഇറങ്ങി വന്നു. പ്രാർത്ഥിക്കുന്ന ഈശോയുടെ മേലാണ് ജ്ഞാനസ്നാന സമയത്ത് പരിശുദ്ധാത്മാവ് ഇറങ്ങി വരുന്നത്. അതേ വചനത്തിൽ പറയുന്നു, സ്വർഗത്തിന് സ്വരമുണ്ടായി, നീ എൻ്റെ പ്രിയപുത്രൻ. യേശു ജ്ഞാനസ്നാന സമയത്ത് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് സ്വർഗത്തിൽ നിന്ന് സ്വരം കേൾക്കുന്നത്, ഇവൻ എൻ്റെ പ്രിയപുത്രൻ എന്ന്. ഹല്ലേലൂയ. യേശുവിൻ്റെ പ്രാർത്ഥനയുടെ ഒന്നാമത്തെ മാതൃക ഈ ജ്ഞാനസ്നാന സമയത്ത് നമ്മൾ കാണുകയാണ്. യേശുവിൻ്റെ പ്രാർത്ഥന രണ്ടാമത്തെ മാതൃക നമ്മൾ കാണുന്നത് മത്തായിയുടെ സുവിശേഷം 4-ാം അധ്യായത്തിൽ 2-ാമത്തെ തിരുവചനത്തിലാണ്. അവിടെ വചനം പഠിപ്പിക്കുന്നു, യേശു 40 ദിനരാത്രങ്ങൾ ഉപവസിച്ചു. 30 വർഷം പ്രാർത്ഥിച്ചൊരുങ്ങിയിട്ടും തൻ്റെ 3.5 വർഷത്തെ പരസ്യ ശുശ്രൂഷയ്ക്ക് വേണ്ടി യേശുവിത 40 ദിനരാത്രങ്ങൾ ഉപവസിച്ച് പ്രാർത്ഥിക്കുകയാണ്. എന്നിട്ടാണ് യേശു പരസ്യ ജീവിതത്തിലേക്ക് ഇറങ്ങുന്നത്. ലൂക്കായുടെ സുവിശേഷം 4-ാം അധ്യായത്തിൽ 1-ാമത്തെ വാക്യത്തിൽ പറയുന്നുണ്ട്, ജോർദാനിൽ നിന്നും യേശു മടങ്ങുന്നത് പരിശുദ്ധാത്മാവ് നിറഞ്ഞവനായിട്ടാണ്. പരിശുദ്ധാത്മാവ് നിറഞ്ഞവനായിട്ട് മരുഭൂമിയിലേക്ക് പോയിട്ടും യേശു പ്രാർത്ഥിച്ചൊരുങ്ങുകയാണ്. ആ 40 ദിവസത്തെ പ്രാർത്ഥനയ്ക്ക് ശേഷം ലൂക്കായുടെ സുവിശേഷം 4-ാം അധ്യായത്തിൽ 14-ാം തിരുവചനത്തിൽ വചനപ്രകാരം വായിക്കുന്നു, യേശു ആത്മാവിൻ്റെ ശക്തിയോടുകൂടി ഗലീലയിലേക്ക് മടങ്ങിപ്പോയി. ഹല്ലേലൂയ. പരിശുദ്ധാത്മാവ് നിറഞ്ഞവനായി ജോർദാനിൽ നിന്നും മരുഭൂമിയിലേക്ക് പോയ ഈശോ 40 ദിവസത്തെ 40 ദിനരാത്രങ്ങൾ നീണ്ട ഉപവാസ പ്രാർത്ഥനയ്ക്ക് ശേഷം അവനിതാ ആത്മാവിൻ്റെ ശക്തിയോടുകൂടിയാണ് ഗലീലയിലേക്ക് മടങ്ങിപ്പോകുന്നത്. ഉപവസിച്ച് പ്രാർത്ഥിച്ചൊരുങ്ങുന്ന ഈശോയുടെ പ്രാർത്ഥനയെക്കുറിച്ച് നമ്മൾ ബൈബിളിൽ കാണുന്ന 3-ാമത്തെ പ്രത്യേകത വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 5-ാം അധ്യായത്തിൽ 15-ഉം 16-ഉം വാക്യങ്ങളിലാണ്. യേശുവിൻ്റെ കീർത്തി പൂർവാധികം വ്യാപിച്ചു കഴിഞ്ഞപ്പോൾ ജനങ്ങൾ ഒരുമിച്ച് കൂടി യേശുവിൻ്റെ ചുറ്റും വരുമ്പോൾ അവനാകട്ടെ വിജന പ്രദേശങ്ങളിലേക്ക് പിൻവാങ്ങി അവിടെ പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നു. ഹല്ലേലൂയ. ജനം ഓടിക്കൂടുമ്പോൾ, ജനത്തിൻ്റെ ആരവങ്ങൾ കേൾക്കുമ്പോൾ പ്രാർത്ഥന വിട്ട് ശുശ്രൂഷയ്ക്ക് പ്രാധാന്യം കൊടുക്കുകയല്ല യേശു ചെയ്യുന്നത്. അവനാകട്ടെ വിജന പ്രദേശങ്ങളിലേക്ക് പിൻവാങ്ങി പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. ലൂക്കായുടെ സുവിശേഷം 9-ാം അധ്യായത്തിൽ 18-ാമത്തെ വാക്യത്തിലും വചനം പഠിപ്പിക്കുന്നു, അവൻ തനിയെ പ്രാർത്ഥിക്കുകയായിരുന്നു. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 14-ാം അധ്യായം 23-ാം വാക്യത്തിൽ യേശുവിൻ്റെ പ്രാർത്ഥനയെക്കുറിച്ച് സുവിശേഷം പറയുന്നു, അവൻ ജനക്കൂട്ടത്തെ പിരിച്ചുവിട്ടതിന് ശേഷം ഏകാന്തതയിൽ പ്രാർത്ഥിക്കാൻ ഒരു മലയിലേക്ക് പോയി. ജനക്കൂട്ടം പിരിഞ്ഞു പോയതല്ല, അപ്പം വർദ്ധിപ്പിക്കുമ്പോൾ, രോഗശാന്തി കൊടുക്കുമ്പോൾ ജനം ഒരുമിച്ച് കൂടുക, പിന്നെയും ജനം വന്നുകൊണ്ടിരിക്കുകയാണ്. ജനം എത്ര വന്നാലും, ജനം എത്ര ആർത്തു വിളിച്ചാലും യേശു ജനത്തിൻ്റെ കൂടെ നിൽക്കുകയല്ല ചെയ്യുന്നത്. അവൻ ജനക്കൂട്ടത്തെ പിരിച്ചു വിട്ടതിന് ശേഷം പ്രാർത്ഥിക്കാനായി മലയിലേക്ക് പോയി. സാക്ഷാൽ യേശു ക്രിസ്തു, ദൈവപുത്രനായ യേശു ക്രിസ്തു ജനക്കൂട്ടത്തെ പിരിച്ചു വിട്ടിട്ട് പ്രാർത്ഥിക്കാൻ വേണ്ടി മലമുകളിലേക്ക് പോയെങ്കിൽ, പ്രിയപ്പെട്ട ദൈവമക്കളെ, നമ്മുടെ ജീവിതത്തിൽ എത്രയധികം നമ്മൾ തിരക്കുകൾ മാറ്റിവെച്ച് പ്രാർത്ഥനയിലേക്ക് പിൻവാങ്ങണം എന്ന് വചനം നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ്. യേശുവിൻ്റെ പ്രാർത്ഥനയിലെ 4-ാമത്തെ പ്രത്യേകത ലൂക്കായുടെ സുവിശേഷം 6-ാം അധ്യായം 12-ഉം 13-ഉം വാക്യങ്ങളിലാണ്. യേശു രാത്രി മുഴുവൻ പ്രാർത്ഥിക്കുകയാണ്. ആ ദിവസങ്ങളിൽ അവൻ പ്രാർത്ഥിക്കാൻ ഒരു മലയിലേക്ക് പോയി അവിടെ ദൈവത്തോട് പ്രാർത്ഥിച്ചുകൊണ്ട് രാത്രി മുഴുവൻ ചെലവഴിച്ചു. ശിഷ്യന്മാരെ തെരഞ്ഞെടുക്കുന്ന തൊട്ട് മുമ്പുള്ള ദിവസങ്ങളിൽ അനേക രാത്രികളിൽ യേശു ജാഗരണ പ്രാർത്ഥന നടത്തുകയാണ്. പിതാവിൻ്റെ മനസ്സറിയാവുന്ന യേശു നാഥാനയിൽ തൻ്റെ അടുത്തേക്ക് വരുമ്പോൾ, നീ അത്യുന്നതത്തിന്റെ ചുവട്ടിലിരുന്നു എന്ന് പറയുന്ന യേശു, സമയത്തേക്കാരി സ്ത്രീ വരുമ്പോൾ, നിനക്ക് 5 ഭർത്താക്കന്മാരുണ്ടായിരുന്നു, ഇപ്പോൾ നിന്റെ ഭർത്താവല്ല എന്ന് എല്ലാ വ്യക്തികളെയും ചരിത്രം അറിയാവുന്ന യേശു 12 ശിഷ്യന്മാരെ തിരഞ്ഞെടുക്കുന്നതിന് മുമ്പ് അനേകം രാത്രികളിൽ പ്രാർത്ഥിക്കുകയാണ്. എങ്കിൽ പ്രിയപ്പെട്ട ദൈവമക്കളെ, നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലും തീരുമാനമെടുക്കുമ്പോൾ എത്രയധികം നമ്മൾ പ്രാർത്ഥിക്കണം. ഈശോ ഇതാ പ്രാർത്ഥിച്ചൊരുങ്ങുകയാണ് ശിഷ്യന്മാരെ തിരഞ്ഞെടുക്കാൻ വേണ്ടി. 5-ാമത്തെ പ്രത്യേകതയായി സുവിശേഷം യേശുവിൻ്റെ പ്രാർത്ഥനയെക്കുറിച്ച് പറയുന്നത് വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 9-ാം അധ്യായം 28-ഉം 30-ഉം വാക്യങ്ങളിൽ ഈശോ ശിഷ്യന്മാരെ പത്രോസ്, യാക്കോബ്, യോഹന്നാൻ എന്നീ 3 പേരെ കൂട്ടിക്കൊണ്ട് മലമുകളിലേക്ക് പോയി അവിടെ അവൻ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. വ്യക്തിപരമായി പ്രാർത്ഥിക്കാൻ സമയം കണ്ടെത്തിയ യേശു ഇതാ പ്രിയപ്പെട്ട ശിഷ്യന്മാരെ പത്രോസിനെ, യാക്കോബിനെ, യോഹന്നാനെ, അവരെ 3 പേരെ തിരഞ്ഞെടുത്ത് മലമുകളിലേക്ക് പോവുകയാണ്. കൂട്ടായ്മയിൽ പ്രാർത്ഥിക്കുന്ന, കൂട്ടായ്മയിലുള്ള പ്രാർത്ഥനയെ അവഗണിക്കാതെ കൂട്ടായ്മയിൽ പ്രാർത്ഥിക്കുന്ന ഈശോ അവിടെ വചനം പഠിപ്പിക്കുന്നു, അവൻ അവിടെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവൻ്റെ മുഖഭാവം മാറി.
കൂട്ടായ്മയിൽ പ്രാർത്ഥിച്ചപ്പോഴാണ് യേശുവിൻ്റെ മുഖഭാവം മാറി എന്ന് വചനം പഠിപ്പിക്കുന്നു. വീണ്ടും അപ്പോൾ രണ്ടുപേർ മോശയും ഏലിയായും അവനോട് സംസാരിച്ചു കൊണ്ടിരുന്നു. കൂട്ടായ്മയിൽ പ്രാർത്ഥിക്കുന്ന യേശുവിൻ്റെ മുൻപിലേക്കാണ് ഏലിയായും മോശയും വരുന്നത്. എന്ന് വെച്ചാൽ സ്വർഗത്തിലെ വിശുദ്ധരുടെ സാമീപ്യം അവിടെ യേശു ലഭ്യമാകുകയാണ്. എങ്കിൽ നമ്മുടെ ഇടവക കൂട്ടായ്മയുടെ പ്രാർത്ഥന കൂട്ടായ്മയിലെ പ്രാർത്ഥനയിൽ പങ്കെടുക്കുമ്പോൾ 2-3 പേർ യേശുവിൻ്റെ നാമത്തിൽ ഒരുമിച്ച് കൂടുമ്പോൾ അവിടെ കർത്താവിൻ്റെ മഹത്വം നമുക്ക് സ്വീകരിക്കാൻ വേണ്ടി പറ്റും എന്ന് വചനം നമ്മളെ പഠിപ്പിക്കുകയാണ്. 6ാമത്തെ പ്രത്യേകത യേശുവിൻ്റെ പ്രാർത്ഥനയെക്കുറിച്ച് ലൂക്കായുടെ സുവിശേഷം 10-ാം അധ്യായത്തിൽ 21-ാമത്തെ വാക്യത്തിൽ വചനം പഠിപ്പിക്കുന്നു. യേശു പിതാവിനെ സ്തുതിക്കുകയാണ്. സ്വർഗത്തിൻ്റെയും ഭൂമിയുടെയും കർത്താവായ പിതാവേ, അവിടുത്തെ ഞാൻ സ്തുതിക്കുന്നു. യേശുവിൻ്റെ പ്രാർത്ഥനാ ജീവിതത്തിലെ വളരെ പ്രത്യേകമായ ഒരു സ്വഭാവമാണ് അവൻ ദൈവത്തെ സ്തുതിക്കുന്നു, പിതാവിനെ സ്തുതിക്കുന്നു. മർക്കോസ് സുവിശേഷം 8-ാം അധ്യായത്തിൽ 6-ാം വാക്യമാകുമ്പോഴും 7 അപ്പം വർദ്ധിപ്പിക്കുന്ന സമയത്ത് അപ്പം കയ്യിലെടുത്ത് അവൻ കൃതജ്ഞതാസ്തോത്രം ചെയ്തു. അത്ഭുതം പ്രവർത്തിക്കുന്നതിന് മുന്നോടിയായി യേശു ചെയ്യുന്ന കാര്യം പിതാവായ ദൈവത്തിന് കൃതജ്ഞത അർപ്പിക്കുകയാണ്. യോഹന്നാന്റെ സുവിശേഷത്തിൽ 11-ാം അധ്യായം 41-ാം തിരുവചനത്തിൽ ലാസറിനെ ഉയർപ്പിക്കുന്നതിന് മുമ്പും യേശു ചെയ്യുന്ന കാര്യം, പിതാവേ, അവിടുന്ന് എൻ്റെ പ്രാർത്ഥന ശ്രവിച്ചതിനാൽ ഞാൻ അങ്ങേക്ക് നന്ദി പറയുന്നു. കൃതജ്ഞത അർപ്പിക്കുന്ന, സ്തുതികൾ അർപ്പിക്കുന്ന യേശുവിൻ്റെ പ്രാർത്ഥനാ രീതി. 7ാമത്തെ പ്രത്യേകതയായി യേശുവിൻ്റെ പ്രാർത്ഥനയെക്കുറിച്ച് മർക്കോസ് സുവിശേഷം പറയുന്നു. മർക്കോസ് സുവിശേഷം 1-ാം അധ്യായം 35-ാം തിരുവചനം, അതിരാവിലെ അവൻ ഉണർന്ന് ഒരു വിജന സ്ഥലത്തേക്ക് പോയി. പ്രഭാതത്തിലുള്ള പ്രാർത്ഥന, ത്യാഗം സഹിച്ചുള്ള പ്രാർത്ഥന, അത് യേശുവിൻ്റെ പ്രാർത്ഥനയുടെ, യേശുവിൻ്റെ ജീവിതത്തിൻ്റെ പ്രത്യേകതയായിരുന്നുവെന്ന് സുവിശേഷകന്മാരെ വെളിപ്പെടുത്തുകയാണ്. എന്താണ് രാവിലെയുള്ള പ്രാർത്ഥന പ്രത്യേകത? ജ്ഞാനത്തിൻ്റെ പുസ്തകം 16-ാം അധ്യായത്തിൽ 27-ഉം 28-ഉം വാക്യങ്ങളിൽ വചനം പഠിപ്പിക്കുന്നു. രാവിലെ എഴുന്നേറ്റ് പ്രാർത്ഥിക്കുമ്പോൾ അഗ്നിയിൽ ഉരുകാത്തത് അരുണോദയത്തിൽ ഉരുകും. ഹല്ലേലൂയ. അഗ്നി കൊണ്ട് നശിപ്പിക്കാൻ പറ്റാത്ത ഒന്നുമില്ല. എങ്കിലും വചനം പഠിപ്പിക്കുകയാണ്, അഗ്നി കൊണ്ട് പോലും നശിപ്പിക്കാൻ പറ്റാത്തത് അരുണോദയത്തിൽ ഒരുകും. എന്താണ് അതിൻ്റെ വ്യാഖ്യാനം? ഇത് മനുഷ്യർ പുലർകാല വെളിച്ചത്തിൽ അങ്ങേക്ക് കൃതജ്ഞത അർപ്പിക്കുകയും അങ്ങയോട് പ്രാർത്ഥിക്കുകയും വേണമെന്നതിൻ്റെ വിജ്ഞാപനമായിരുന്നുവെന്ന് ജ്ഞാനത്തിൻ്റെ പുസ്തകത്തിൽ വചനം പഠിപ്പിക്കുകയാണ്. ഹല്ലേലൂയ. യേശു അതിരാവിലെ എഴുന്നേറ്റ് പ്രാർത്ഥിച്ചിട്ടുണ്ടെങ്കിൽ പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിൽ എത്രയധികം നമ്മൾ രാവിലെ എഴുന്നേറ്റുള്ള പ്രാർത്ഥനയ്ക്ക് ശ്രദ്ധ കൊടുക്കണം. 8ാമത്തെ പ്രത്യേകതയെ വചനം പഠിപ്പിക്കുന്ന യേശുവിൻ്റെ പ്രാർത്ഥനയെക്കുറിച്ച് ലൂക്കായുടെ സുവിശേഷം 22-31 മുതൽ വാക്യങ്ങളിൽ പത്രോസിനോട് കർത്താവ് പറഞ്ഞു, ശിമിയോൻ ശിമിയോൻ, സാത്താൻ ഇതാ നിങ്ങളെ ഗോതമ്പ് പാറ്റുന്ന പോലെ പാറ്റാൻ ഉദ്യമിച്ചു. പക്ഷെ നിന്റെ വിശ്വാസം ക്ഷയിക്കാതിരിക്കാൻ വേണ്ടി ഞാൻ നിനക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. അനേക ദിവസങ്ങളിലെ ജാഗരണ പ്രാർത്ഥനയ്ക്ക് ശേഷം ശിഷ്യന്മാരെ തിരഞ്ഞെടുത്തിട്ടും യേശു അതോടെ അവസാനിപ്പിക്കുന്നില്ല. ആ പത്രോസിന് വേണ്ടി യേശു പ്രാർത്ഥിക്കുകയാണ്. പ്രിയപ്പെട്ട ദൈവമക്കളെ, ഈ കാലഘട്ടത്തിൽ എവിടെയെങ്കിലും ഏതെങ്കിലും സുവിശേഷ വേലക്കാരെ കുറിച്ച് എന്തെങ്കിലും ഞെരുക്കങ്ങൾ കേട്ട് കഴിഞ്ഞാൽ, ഏതെങ്കിലും വൈദികരെ കുറിച്ചോ സിസ്റ്റേഴ്സിനെ കുറിച്ചോ അൽമായ പ്രേക്ഷിതരെ കുറിച്ചോ ഇനി ആരെങ്കിലും കുറിച്ച് എന്തെങ്കിലും ഞെരുക്കങ്ങൾ കേട്ട് കഴിഞ്ഞാൽ ഉടനെ ചിരിക്കുന്ന സ്വഭാവമല്ല യേശുവിൻ്റെത്. യേശു പത്രോസിനോട് പറഞ്ഞു, പത്രോസ്, നിന്റെ വിശ്വാസം ക്ഷയിക്കാതിരിക്കാൻ വേണ്ടി ഞാൻ നിനക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. യേശു അത്രയും പ്രാർത്ഥിച്ചിട്ട് പോലും പത്രോസ് തള്ളി പറഞ്ഞു എന്നുള്ളതാണ് ചരിത്രം. പക്ഷെ പത്രോസ് തിരിച്ചു വന്നു. യേശു മധ്യസ്ഥ പ്രാർത്ഥന നടത്തുകയാണ് ശിഷ്യന്മാർക്ക് വേണ്ടി. യോഹന്നാന്റെ സുവിശേഷം 17-ാം അധ്യായത്തിൽ 9-ാമത്തെ തിരുവചനത്തിലും നമ്മൾ ഇത് തന്നെ കാണുന്നുണ്ട്. യേശു പറയുന്നുണ്ട്, ഞാൻ അവർക്ക് വേണ്ടിയാണ് പ്രാർത്ഥിക്കുന്നത്, ലോകത്തിന് വേണ്ടിയല്ല, അങ്ങ് എനിക്ക് തന്നവർക്ക് വേണ്ടിയാണ്. ലോകത്തിന് വേണ്ടി മുഴുവൻ സകല ജനത്തിന് വേണ്ടി മധ്യസ്ഥം വഹിക്കുന്ന യേശു യോഹന്നാന്റെ സുവിശേഷത്തിൽ 17-ാം അധ്യായത്തിൽ പ്രത്യേകമായി ശിഷ്യന്മാർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. അങ്ങ് എനിക്ക് തന്നവർക്ക് വേണ്ടിയാണ് പ്രാർത്ഥിക്കുന്നത്. ഹല്ലേലൂയ. ഈശോ തനിക്ക് നൽകപ്പെട്ട ശിഷ്യന്മാർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ടെങ്കിൽ ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന ജീവിത പങ്കാളിമാര്, ദമ്പതികള്, നിങ്ങളുടെ ജീവിത പങ്കാളിക്ക് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കാൻ കടപ്പെട്ടവരാണ്. മാതാപിതാക്കൾ നിങ്ങളുടെ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ കടപ്പെട്ടവരാണ്. മക്കള് നിങ്ങളുടെ മാതാപിതാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ കടപ്പെട്ടവരാണ്. ഒരു ഇടവകയിൽ വികാരിച്ചൻ വന്നാൽ, സിസ്റ്റേഴ്സ് വന്നാൽ, ഇടവക ജനം വികാരിച്ചിന് വേണ്ടി സിസ്റ്റേഴ്സിന് വേണ്ടി പ്രാർത്ഥിക്കാൻ കടപ്പെട്ടവരാണ്. വികാരിച്ചനും സിസ്റ്റേഴ്സും അവിടെയുള്ള അൽമായ നേതൃത്വവും ആ ജനത്തിന് വേണ്ടി പ്രാർത്ഥിക്കാൻ കടപ്പെട്ടവരാണ്. ഇവിടെ ഈശോ പറഞ്ഞു, അങ്ങ് എനിക്ക് തന്നവർക്ക് വേണ്ടിയാണ് ഞാൻ പ്രാർത്ഥിക്കുന്നത്. ഹല്ലേലൂയ. 9ാമത്തെ പ്രത്യേകതയായി ലൂക്കായുടെ സുവിശേഷം നമ്മൾ 22-ാം അധ്യായം 41 മുതൽ വാക്യങ്ങളിൽ യേശുവിൻ്റെ പ്രാർത്ഥനയെക്കുറിച്ച് കാണുന്നു. അവൻ ഒരു കല്ലേറ് ദൂരം മാറി മുട്ടിന്മേൽ വീണ് പ്രാർത്ഥിച്ചു. ഹല്ലേലൂയ.
നമ്മുടെ നാട്ടിലൊക്കെ കുടുംബ പ്രാർത്ഥനയ്ക്ക് മുട്ടുകുത്തി നിൽക്കുന്ന ഒരു പാരമ്പര്യമൊക്കെ ഉണ്ടായിരുന്നു. മുട്ടുകുത്തി നിൽക്കലൊക്കെ അത് കുറഞ്ഞ് ചമ്പറമ്പടഞ്ഞിരിക്കലായി, ചാരിയിരിക്കലായി, അവസാനം പ്രാർത്ഥന പോലും ഇല്ലാത്ത സ്ഥിതിയിലേക്ക് വന്നു. ദൈവപുത്രനായിരുന്നിട്ട് പോലും, ഇത്രയും പ്രാർത്ഥനയുടെ പശ്ചാത്തലം ഉണ്ടായിരുന്നിട്ട് പോലും, ഇത്രയും അഭിഷേകം നിറഞ്ഞിട്ട് പോലും യേശുവിധ അവൻ കല്ലേറ് ദൂരം മാറി മുട്ടിന്മേൽ വീണ് പ്രാർത്ഥിച്ചു. യേശു മുട്ടുകുത്തി പ്രാർത്ഥിക്കുന്നുണ്ടെങ്കിൽ, മുട്ടുമേൽ വീണ് പ്രാർത്ഥിക്കുന്നുണ്ടെങ്കിൽ, പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിൽ എത്രയധികം നമ്മൾ പ്രാർത്ഥിക്കേണ്ടിയിരിക്കുന്നു, പ്രാർത്ഥനയ്ക്ക് വേണ്ടി വില കൊടുക്കേണ്ടിയിരിക്കുന്നു. 10ാമത്തെ പ്രത്യേകത ലൂക്കായുടെ സുവിശേഷത്തിൽ 23-ാം അധ്യായം 34-ാമത്തെ വാക്യത്തിൽ യേശു പറഞ്ഞു, പിതാവേ അവരോട് ക്ഷമിക്കണമേ. കുരിശിൽ കിടന്നുകൊണ്ട് മരണവെപ്രാളം കാണിക്കുന്ന ഈശോ അവസാന തുള്ളി രക്തം പോലും തൻ്റെ ശിഷ്യർക്ക് വേണ്ടി, തൻ്റെ പ്രിയപ്പെട്ടവർക്ക് വേണ്ടി, ലോകത്തിൻ്റെ പാപത്തിന് പരിഹാരമായി ചിന്തുന്ന യേശു കുരിശിൽ കിടന്നുകൊണ്ട് പ്രാർത്ഥിക്കുകയാണ്, പിതാവേ അവരോട് ക്ഷമിക്കണമേ എന്ന്. ക്ഷമിച്ച് പ്രാർത്ഥിക്കുന്ന ഈശോ, ശത്രുവിന് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഈശോ. വീണ്ടും മത്തായിയുടെ സുവിശേഷം 26-ാം അധ്യായത്തിൽ 39-ാമത്തെ വാക്യത്തിൽ ഈശോയുടെ പ്രാർത്ഥനയിലെ 11-ാമത്തെ പ്രത്യേകത നമ്മൾ കാണുന്നു. അവൻ അല്പദൂരം മുന്നോട്ട് ചെന്ന് കമിഴ്ന്നു വീണ് പ്രാർത്ഥിച്ചു. ജീവിതത്തിൽ ഏറ്റവും തീവ്രമായ വേദനയോടെ കടന്നു പോകുന്ന ഈശോ ഒരു വ്യക്തിയുടെ പ്രാർത്ഥനാ ജീവിതത്തിൽ ഏതൊക്കെ രീതികൾ അവലംബിക്കാമോ അതൊക്കെ ഈശോ അവലംബിക്കുകയാണ്. മുട്ടുകുത്തി പ്രാർത്ഥിച്ച ഈശോ ഇതാ കമിഴ്ന്നു വീണ് പ്രാർത്ഥിക്കുന്നു. എന്തൊക്കെ പ്രാർത്ഥിച്ചാലും മതിയാവുന്നില്ല. ജീവിതത്തിലെ പ്രതിസന്ധിയിൽ പിതാവിൻ്റെ സന്നിധിയിൽ തൻ്റെ ജീവിതത്തിൻ്റെ എല്ലാ വേദനകളും എല്ലാ പരാക്രമങ്ങളും ഈശോ കാണിക്കുകയാണ്. അവിടുന്ന് കമിഴ്ന്നു വീണ് പ്രാർത്ഥിക്കുകയാണ് ദൈവത്തിനായ യേശു ക്രിസ്തു. ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, നമ്മുടെ കുടുംബ പ്രാർത്ഥനയിൽ നമ്മൾ ഉറങ്ങി കമിഴ്ന്ന് വീണെന്നല്ല ഈശോയുടെ വചനത്തെക്കുറിച്ച് പറഞ്ഞത്. ഈശോ കമിഴ്ന്നു വീണ് പ്രാർത്ഥിച്ചു. നമ്മൾ കമിഴ്ന്ന് വീഴാറുണ്ട്, പക്ഷേ അത് ഉറങ്ങിയിട്ടാണെന്ന് മാത്രമേ ഉള്ളൂ. ഹല്ലേലൂയ. ഈശോയെ നന്ദി. മത്തായിയുടെ സുവിശേഷം 26-ാം അധ്യായം 42-ാമത്തെ വാക്യത്തിൽ വചനം പഠിപ്പിക്കുന്നു, ഈശോയുടെ പ്രാർത്ഥനയിലെ 12-ാമത്തെ പ്രത്യേകത. അവൻ പ്രാർത്ഥിച്ചു, 2-ാം പ്രാവശ്യവും അവൻ പോയി പ്രാർത്ഥിച്ചു, എൻ്റെ പിതാവേ, ഞാൻ കുടിക്കാതെ ഇത് കടന്നു പോവുകയില്ലെങ്കിൽ അങ്ങയുടെ ഹിതം പോലെ ഇത് നിറവേറട്ടെ. ഈശോ സ്വന്തം ആഗ്രഹം പിതാവിനോട് പറഞ്ഞ് കഴിയുമെങ്കിൽ ഈ പാനപാത്രം മാറിപ്പോകണം. പക്ഷേ ഈശോ പ്രാർത്ഥന അവസാനിപ്പിക്കുന്നത് അങ്ങയുടെ ഹിതം നിറവേറട്ടെ എന്ന് പറഞ്ഞിട്ടാണ്. വിശുദ്ധ മരിയ ഫൗസ്റ്റിനോട് ഈശോ പറഞ്ഞു, എൻ്റെ മകളെ, നിൻ്റെ ജീവിതത്തിൽ എന്ത് ഞെരുക്കങ്ങൾ വന്നാലും നീ ആകുലപ്പെടരുത്, നീ ഉത്കണ്ഠാകുലി ആകരുത്. നീ എൻ്റെ അടുക്ക വന്നിട്ട് പറയണം, ഓ എൻ്റെ ദൈവമേ, ഞാൻ ആഗ്രഹിക്കുന്നത് പോലെയല്ല, അങ്ങയുടെ ഹിതം പോലെ ഇത് എൻ്റെ ജീവിതത്തിൽ സംഭവിക്കട്ടെ എന്ന്. ഹല്ലേലൂയ. അങ്ങനെ ഒരു വ്യക്തി പറയുമ്പോൾ ആ വ്യക്തിയുടെ ജീവിതത്തിൽ ദൈവത്തിൻ്റെ ഹിതം പരിപൂർണമായി നിറവേറ്റപ്പെടും. ഈശോ പ്രാർത്ഥിച്ചു, അങ്ങയുടെ ഹിതം നിറവേറട്ടെ എന്ന്. പരിശുദ്ധ അമ്മ പ്രാർത്ഥിക്കുക അത് തന്നെയല്ലേ? ഇതാ കർത്താവിന്റെ ദാസി, നിന്റെ ഹിതം പോലെ എന്നിൽ നിറവേറട്ടെ. പിതാവിൻ്റെ ഹിതത്തിന് പരിപൂർണമായി കീഴ്വഴങ്ങുന്ന ഈശോ. ഈശോയുടെ പ്രാർത്ഥനയിലെ 13-ാമത്തെ പ്രത്യേകത നമ്മൾ സുവിശേഷങ്ങളിൽ കാണുന്നത്. മത്തായിയുടെ സുവിശേഷം 14-ാം അധ്യായത്തിൽ 19-ാമത്തെ വാക്യം. അത് ഈശോ 5 അപ്പവും 2 മത്സ്യവും എടുത്തുകൊണ്ട് സ്വർഗത്തിലേക്ക് കണ്ണുകൾ ഉയർത്തി. ജീവിതത്തിലെ ചില നിർണായക നിമിഷങ്ങളിൽ വാക്കുകൾക്ക് പറയാൻ പറ്റാത്തത് ഹൃദയം കൊണ്ട് പറയുകയാണ്. ഈശോ സ്വർഗത്തിലേക്ക് കണ്ണുകൾ ഉയർത്തി. കുരിശിൻ്റെ വഴി പ്രാർത്ഥന നമ്മൾ പ്രാർത്ഥിക്കുന്നുണ്ട്. അമ്മയും മകനും മുഖത്തോട് മുഖം നോക്കി. ആരും ഒന്നും പറഞ്ഞില്ല. ഒരുപക്ഷെ പരിശുദ്ധ അമ്മയുടെ യേശുവിൻ്റെ ജീവിതത്തിൽ ഹൃദയങ്ങൾ പരസ്പരം ഏറ്റവും വാചാലമായി സംസാരിച്ച സമയമാണ് കുരിശിൻ്റെ വഴി അമ്മയും മകനും പരസ്പരം നോക്കിയെന്ന് പറയുന്ന വചനം. ഇതാ യേശു 5 അപ്പവും 2 മത്സ്യവും എടുത്ത് സ്വർഗത്തിലേക്ക് കണ്ണുകൾ ഉയർത്തി. യോഹന്നാൻ സുവിശേഷം 17-ാം അധ്യായം 1-ാമത്തെ വാക്യത്തിലും ഇതേ കാര്യം പറയുകയാണ്. യേശു സ്വർഗത്തിലേക്ക് കണ്ണുകൾ ഉയർത്തി. ഒരു ദേവാലയത്തിന് വാതിൽക്കൂടെ പോകുമ്പോൾ ഒന്ന് കണ്ണുകൾ ഉയർത്തുന്നത്, പള്ളിമണിയുടെ സ്വരം കേൾക്കുമ്പോൾ ഒന്ന് ദൈവസ്ഥലേക്ക് കണ്ണുകളെ ഹൃദയത്തെ ഉയർത്തുന്നത്. യേശു കണ്ണുകളെ ഉയർത്തി പ്രാർത്ഥിക്കുകയാണ്. വീണ്ടും 14-ാമത്തെ പ്രത്യേകത യേശുവിൻ്റെ പ്രാർത്ഥനയെക്കുറിച്ച് നമ്മൾ കാണുന്നത് യോഹന്നാൻ സുവിശേഷം 17-ാം അധ്യായം 15-ാമത്തെ വാക്യമാണ്. ലോകത്തിൽ നിന്ന് അവരെ എടുക്കണമെന്നല്ല, ദുഷ്ടനിൽ നിന്ന് അവരെ കാത്തുകൊള്ളണമെന്നാണ് ഞാൻ പ്രാർത്ഥിക്കുന്നത്. തിന്മയിൽ നിന്ന് സംരക്ഷണം ലഭിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കുന്ന യേശു. മത്തായിയുടെ സുവിശേഷം 6-ാം അധ്യായത്തിൽ 13-ാം വാക്യത്തിൽ ഈശോ ശിഷ്യന്മാരെ പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കുമ്പോൾ പ്രാർത്ഥിക്കാൻ വേണ്ടി പ്രത്യേകം പഠിപ്പിക്കുകയാണ്, ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുത്, തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. ഹല്ലേലൂയ. ഒരു തിന്മയുണ്ട്, ഒരു ദുഷ്ടനുണ്ട്. അതുകൊണ്ട് തിന്മയിൽ നിന്ന് സംരക്ഷണം ലഭിക്കണമേ എന്ന് യേശു പ്രാർത്ഥിക്കുകയാണ് ശിഷ്യന്മാർക്ക് വേണ്ടി. അതുപോലെ തന്നെ അവരെ പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കുകയാണ്.
മരിയ വാൾത്തോത്തയുടെ ദൈവമനുഷ്യ സ്നേഹിതയിൽ യേശുവിൻ്റെ ജീവിതത്തെക്കുറിച്ച് അവിടെ വിവരിക്കുന്ന ഒരു ഭാഗമുണ്ട്. അത് ഇപ്രകാരമാണ്: യേശു എല്ലാ ദിവസവും തൻ്റെ പിതാവിൻ്റെ സന്നിധിയിൽ എന്നെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുത് പിതാവ് എന്ന് പ്രാർത്ഥിച്ചിരുന്നുവെന്ന് മരിയ വാൾത്തോത്ത തൻ്റെ പുസ്തകത്തിൽ എഴുതി വെച്ചിരിക്കുകയാണ്. യേശുവിൻ്റെ പ്രാർത്ഥനയിലെ 15ാമത്തെ പ്രത്യേകത നമ്മൾ കാണുന്നു. ലൂക്കായുടെ സുവിശേഷം 22:44. അവൻ തീവ്രവേദനയിൽ മുഴുകി രക്തം വിയർത്ത് പ്രാർത്ഥിക്കുന്നു. അവൻ്റെ വിയർപ്പ് രക്തത്തുള്ളികൾ പോലെ നിലത്ത് വീണു. പ്രിയപ്പെട്ട ദൈവമക്കളെ, ഈ വചനം ശ്രദ്ധിക്കുന്ന ഓരോ വ്യക്തിയും നമ്മുടെ പ്രാർത്ഥനയൊന്ന് ആത്മശോധന ചെയ്യുക. നമ്മൾ പ്രാർത്ഥിക്കാൻ വേണ്ടി ഇരുന്നിട്ട്, നമ്മൾ വിശുദ്ധ കുർബാനയ്ക്ക് വേണ്ടി പോയിട്ട് നമ്മുടെ ജീവിതത്തിൽ എന്താണ് ഒരു ത്യാഗമുള്ളത്? അവനിതാ യേശുദാ രക്തം വിയർക്കുന്നു. അവൻ്റെ വിയർപ്പ് രക്തത്തുള്ളികൾ പോലെ നിലത്ത് വീണു. തീവ്ര വേദനയിൽ മുഴുകി അവൻ പ്രാർത്ഥിക്കുകയാണ്. അലസമായ പ്രാർത്ഥനയല്ല, ആരെങ്കിലും കണക്ക് ബോധിപ്പിക്കാനുള്ള പ്രാർത്ഥനയല്ല, ഹൃദയം കൊണ്ടുള്ളൊരു പ്രാർത്ഥന, ശരീരം മുഴുവൻ ഉൾക്കൊണ്ടുള്ള പ്രാർത്ഥന. 16ാമത്തെ പ്രത്യേകത യേശുവിൻ്റെ പ്രാർത്ഥനയെക്കുറിച്ച് ലൂക്കായുടെ സുവിശേഷം 22:39 നമ്മൾ കാണുന്നു. അവൻ പുറത്തു വന്ന് പതിവ് പോലെ ഒലിവ് മലയിലേക്ക് പോയി. ഒലിവ് മലയിലാണ് ഗെത്സമേൻ തോട്ടം ഉള്ളത്. ഗെത്സമേൻ തോട്ടത്തിൽ പോയി യേശു പ്രാർത്ഥിച്ചത് പിടിക്കപ്പെടുന്ന ദിവസം മാത്രമല്ല, ഗെത്സമേൻ തോട്ടത്തിലേക്ക് പോകുന്നത്, ഒലിവ് മലയിലേക്ക് പോകുന്നത്, അത് യേശുവിന് പതിവായിരുന്നു. വല്ലപ്പോഴും ധ്യാനം കൂടിയാൽ, വല്ലപ്പോഴും നല്ലൊരു അനുകൂല സാഹചര്യം വരുമ്പോൾ പ്രാർത്ഥനയല്ല, അവൻ പതിവ് പോലെ പ്രാർത്ഥിച്ചിരുന്നു. അത് അവൻ്റെ പതിവായിരുന്നു പ്രാർത്ഥന എന്നുള്ളത്. 17ാമത്തെ പ്രത്യേകതയായി ഹെബ്രായ ലേഖനത്തിൽ ലേഖകൻ എഴുതി വയ്ക്കുന്നു. ഹെബ്രായ ലേഖനം 5-7 തിരുവചനം: തൻ്റെ ഐഹിക ജീവിതകാലത്ത് ക്രിസ്തു മരണത്തിൽ തന്നെ രക്ഷിക്കാൻ കഴിവുള്ളവന് കണ്ണീരോടും വലിയ വിലാപത്തോടും കൂടെ പ്രാർത്ഥനകളും യാചനകളും സമർപ്പിച്ചു. കണ്ണീരോടും വലിയ വിലാപത്തോടും കൂടെ പ്രാർത്ഥനകളും കാഴ്ചകളും സമർപ്പിച്ചു. ഹല്ലേലൂയ. പ്രിയപ്പെട്ട ദൈവപുത്രനായിരുന്നിട്ടും തൻ്റെ ഐഹിക ജീവിതകാലത്ത് വലിയ വിലാപത്തോടും കണ്ണീരോടും കൂടി പ്രാർത്ഥനകളും യാചനകളും സമർപ്പിക്കുന്ന യേശു വലിയ വിലാപത്തോടെ പ്രാർത്ഥിച്ചിട്ടുണ്ടെങ്കിൽ, നമ്മുടെ കുടുംബ പ്രാർത്ഥനയിൽ, നമ്മൾ കുർബാനയിൽ പങ്കെടുക്കുമ്പോൾ, ഇടവകയിലെ യൂണിറ്റുകൾ പങ്കെടുക്കുമ്പോൾ, പ്രാർത്ഥന കൂട്ടായ്മകളിൽ, കർത്താവിൻ്റെ സന്നിധിയിൽ, പ്രിയപ്പെട്ടവരെ, വലിയ വിലാപങ്ങൾ ഇല്ലാതെ പോകുന്നത്, കണ്ണീരുകൾ ഇല്ലാതെ പോകുന്നത് നമ്മുടെ മന്ദതയുടെ സൂചനയാണ്. മന്ദത വന്ന് അത് തകർച്ചയിലേക്ക് പോകും. അതുകൊണ്ട് യേശു ശിഷ്യന്മാരോട് തൻ്റെ 3.5 വർഷത്തെ പരസ്യജീവിത സമാപ്തിയിൽ ഗെത്സമനി വെച്ച് ശിഷ്യന്മാരോട് പറയുന്നത്: പ്രിയപ്പെട്ടവരെ, നിങ്ങൾ അത്ഭുതങ്ങൾ കണ്ടതുകൊണ്ട്, മരിച്ചവരുയർക്കുന്നത് കണ്ടതുകൊണ്ട് നിങ്ങൾ അതുകൊണ്ടിരിക്കരുത്. കഴിഞ്ഞ 3.5 വർഷം കേട്ട വചനവുമായിട്ടിരിക്കരുത്. അതുപോരാ, പ്രലോഭനത്തിൽ അകപ്പെടാതിരിക്കാൻ ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കണം. പ്രലോഭനത്തിൽ അകപ്പെടാതിരിക്കാൻ ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കണം. ഈ വിശുദ്ധ വാരത്തിൽ ശാലോം ചാനലിലൂടെ ദൈവം പ്രത്യേകം തിരഞ്ഞെടുത്ത കർത്താവിൻ്റെ ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുമ്പോൾ, പ്രിയപ്പെട്ടവരെ, കർത്താവിന് നമ്മളോട് പറയാനുള്ളതും പ്രലോഭനത്തിൽ അകപ്പെടാതിരിക്കാൻ ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കുവിൻ എന്നുള്ളതാണ്. 3.5 വർഷം യേശുവിൻ്റെ കൂടെ ജീവിച്ചതുകൊണ്ട്, യേശുവിൻ്റെ അപ്പസ്തലന്മാരായതുകൊണ്ട് നിങ്ങൾക്കിനി പ്രലോഭനം ഉണ്ടാകില്ല എന്നല്ല യേശു പറഞ്ഞത്. പ്രലോഭനം ഉണ്ടാകും എന്ന് തന്നെ കർത്താവ് പറഞ്ഞത്. പ്രലോഭനത്തിൽ അകപ്പെടാതിരിക്കാൻ നിങ്ങൾ ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കുവിൻ. ഹല്ലേലൂയ. ഈ നോമ്പ് കാലത്തിൽ, ഈ വിശുദ്ധ വാരത്തിൻ്റെ ശുശ്രൂഷയിൽ നമ്മൾ പങ്കെടുക്കുമ്പോൾ, ഈ ധ്യാന ശുശ്രൂഷയിൽ പങ്കെടുക്കുമ്പോൾ, പ്രിയപ്പെട്ട നമുക്ക് ശിഷ്യന്മാർ പ്രാർത്ഥിച്ചപ്പോൾ എളിമയോടെ പ്രാർത്ഥിക്കാം: കർത്താവേ, ഞങ്ങളെയും പ്രാർത്ഥിപ്പിക്കാൻ പഠിപ്പിക്കണമേ. ലൂക്കായുടെ സുവിശേഷത്തിൽ 11-ാം അധ്യായം 1-ാമത്തെ തിരുവചനം: യോഹന്നാൻ തൻ്റെ ശിഷ്യരെ പഠിപ്പിച്ചതുപോലെ ഞങ്ങളെയും പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കണമേ. ശിഷ്യന്മാരെ എളിമയോടെ പ്രാർത്ഥിച്ചു: കർത്താവേ, ഞങ്ങളെ പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കണമേ. ഇന്ന് ഈ ശുശ്രൂഷയിൽ പങ്കെടുത്ത എല്ലാ ദൈവമക്കളും ഹൃദയം നിറങ്ങി കർത്താവിനോട് പ്രാർത്ഥിക്കാം. അവിടുത്തെ വാഗ്ദാനമായ പരിശുദ്ധാത്മാവിനെ അയക്കണമേ. അവിടുത്തെ വാഗ്ദാനമായ പരിശുദ്ധാത്മ ശക്തിയെ ഞങ്ങൾ നിറയ്ക്കണമേ. കർത്താവേ, അങ്ങയുടെ സഹായം കൂടാതെ ഞങ്ങൾക്ക് പ്രാർത്ഥിക്കാൻ സാധിക്കുകയില്ല. അങ്ങയുടെ കൃപ കൂടാതെ ഞങ്ങൾക്കൊന്നും ചെയ്യാൻ സാധിക്കുകയില്ല. ഞങ്ങളെ പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കണമേ. ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന ദൈവമക്കള് ലോകത്തെ ഏത് ദിക്കിലായിരുന്നെങ്കിലും 2 കരങ്ങളും കർത്താവിൻ്റെ സന്നിധിയിലേക്ക് ഒന്ന് ഉയർത്തിപ്പിടിച്ച്, കണ്ണുകളടച്ച്, ഹൃദയങ്ങളെ കർത്താവിൻ്റെ സന്നിധിയിലേക്ക് ഉയർത്തി, മനസ്സും ആത്മാവും കർത്താവിൻ്റെ സന്നിധിയിലേക്ക് ഉയർത്തി ആത്മാർത്ഥമായിട്ട് കർത്താവോട് പ്രാർത്ഥിക്കുകയാണ്: കർത്താവേ, പുതിയൊരു അഭിഷേകം, പുതിയൊരു ശക്തി, പുതിയൊരു ചൈതന്യം, പുതിയൊരു കൃപ ഞങ്ങളുടെ മേൽ വർഷിക്കണമേ. ഈ വിശുദ്ധ വാരത്തിൽ പ്രാർത്ഥനയുടെ ചൈതന്യം, പ്രാർത്ഥനയുടെ കൃപ, യേശു പ്രാർത്ഥിച്ചതുപോലെ, യേശു പ്രാർത്ഥിച്ച് അഭിഷേകത്തോടെ ശുശ്രൂഷ ചെയ്തതുപോലെ ദൈവഹിതം നിറവേറ്റുവാൻ ഞങ്ങളെ അഭിഷേകം ചെയ്യണമേ. ഞങ്ങളെ ശക്തിപ്പെടുത്തണമേ. കരങ്ങൾ ഉയർത്തെല്ലാം സ്തുതിക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ, യേശുവേ, കരങ്ങൾ കൂപ്പി
കണ്ണുകടച്ച് കൊയ്ത്തുകാല സമയമല്ലോ കർത്താവെ അഭിഷേകം ചൊരിയണമേ. ചോദിക്കുവിൻ നിങ്ങൾക്ക് ലഭിക്കൂ. കർത്താവെ കൃപ വർഷിക്കണമേ. പിതാവേ ഈശോയുടെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. പുതിയൊരു അഭിഷേകം, പുതിയൊരു ശക്തി ചെയ്യണമേ കർത്താവേ. പരിശുദ്ധാത്മാവേ, പരിശുദ്ധാത്മാവേ അഭിഷേകം ചെയ്യണമേ, അഭിഷേകം ചെയ്യണമേ കർത്താവേ. ഇപ്പോൾ ലോകത്തിന്റെ വ്യത്യസ്ത ദിക്കുകളായി ചാലോചാലോടെ ശുശ്രൂഷ എല്ലാ ദൈവമക്കളുടെ മേലും യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ പ്രാർത്ഥനയുടെ ചൈതന്യം, പ്രാർത്ഥനയുടെ അഭിഷേകം വർഷിക്കപ്പെട്ടത് പ്രാർത്ഥിക്കുന്നു. പിതാവ് ഈശോയുടെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു, ഈശോയുടെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധ അമ്മയുടെ വിമലഹൃദയത്തെ പ്രത്യേക മധ്യസ്ഥ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ മേൽ കരുണയായിരിക്കണമേ, ഞങ്ങളെ അഭിഷേകം ചെയ്യണമേ. അഗ്നിനദിയായി ഒഴുകണമേ, പുതിയൊരു അഭിഷേകം ചെയ്യണമേ. ഈശോയുടെ സന്നിധിയിൽ മുട്ടുകുത്തി ദിവ്യകാരുണ്യ ഈശോയെ സ്വീകരിക്കാൻ വേണ്ടി നമുക്ക് ഒരുങ്ങാം. ലോകത്തിന്റെ വ്യത്യസ്ത ദിക്കുകളിലായി ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന എല്ലാ ദൈവമക്കളും നിങ്ങളായിരിക്കുന്ന സ്ഥലത്ത് ഇരുന്നുകൊണ്ട് തന്നെ ജീവിതത്തെ മുഴുവൻ കർത്താവിന്റെ കരങ്ങളിലേക്ക് സമർപ്പിക്കാം. കരങ്ങൾ രണ്ടും കർത്താവിന്റെ സന്നിധിയിലേക്ക് ഉയർത്തിപ്പിടിച്ച് ജീവിതത്തിൻ്റെ എല്ലാ നിയോഗങ്ങളെയും ഈശോയ്ക്ക് കൊടുത്തുകൊണ്ട് ലോകത്തിലെ വ്യത്യസ്ത ദിക്കുകളിലായി ശുശ്രൂഷ പങ്കെടുത്ത എല്ലാ ദൈവമക്കളും മനസ്സ് തുറന്ന് കർത്താവിനെ സ്തുതിക്കുക. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവേ, ഞങ്ങളുടെ ജീവിതങ്ങളെ അങ്ങയുടെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. ഉയർത്തിയ കരങ്ങളോട് ചേർത്ത് ഞങ്ങളുടെ ജീവിതങ്ങളെ സമർപ്പിക്കുന്നു. വേണ്ട വിധം പ്രാർത്ഥിക്കേണ്ടതെങ്ങനെ ഞങ്ങൾക്ക് അറിഞ്ഞുകൂടെ കർത്താവേ. പ്രാർത്ഥിക്കാൻ ഞങ്ങളെ പഠിപ്പിക്കണമേ. അങ്ങയുടെ നാമത്തിൽ വിശ്വസിക്കുവാൻ ഞങ്ങളുടെ ഹൃദയങ്ങളെ തുറക്കണമേ. അവിടുത്തെ വചനത്തിൽ ശരണം വയ്ക്കുവാൻ ഞങ്ങളെ പഠിപ്പിക്കണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന, യേശുവേ ആരാധന. കർത്താവിൻ്റെ സന്നദ്ധിയിൽ ശാന്തതയിലേക്ക് വരാം. ഈശോ പറഞ്ഞു, യോഹന്നാന്റെ സുവിശേഷം 15-ാം അധ്യായം 5-ാം തിരുവചനം,
എന്നെ കൂടാതെ നിങ്ങൾക്കൊന്നും ചെയ്യാൻ സാധിക്കുകയില്ല. എന്നെ കൂടാതെ നിങ്ങൾക്കൊന്നും ചെയ്യാൻ സാധിക്കുകയില്ല. നന്നായി പ്രാർത്ഥിക്കാൻ, നന്നായി ആരാധിക്കുവാൻ, നന്നായി കർത്താവിനെ മഹത്വപ്പെടുത്തുവാൻ, അവിടുത്തെ മഹത്വത്തിന് ചേർന്ന വിധത്തിൽ അവിടുത്തെ ആരാധിക്കുവാൻ കർത്താവെ, ഞങ്ങൾ ബലഹീനരാണ്, ഞങ്ങൾ തിരിച്ചറിയുന്നു. ഞങ്ങളുടെ ബലഹീനതകളും കുറവുകളും എല്ലാം അവിടുത്തെ സന്നിധിയിലേക്ക് ഞങ്ങൾ സമർപ്പിക്കുന്നു. അവിടുത്തെ വാഗ്ദാനമായ പരിശുദ്ധാത്മാവ് ഞങ്ങൾ നിറയ്ക്കണമേ. ആകാശത്തിന് കീഴെ മനുഷ്യരുടെയിൽ നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടി മറ്റൊരു നാമവും നൽകപ്പെട്ടിട്ടില്ല, യേശു നാമമല്ലാതെ. എന്ന് തിരുവോസ്തിയിൽ എഴുന്നള്ളിരിക്കുന്ന ഈശോയെ ഞങ്ങൾ രാജാവും കർത്താവും നാഥനുമായി ഞങ്ങൾ ഏറ്റുപറയുന്നു. യേശു മാത്രമാണ് ഏകരക്ഷകനും ഏക കർത്താവും ഞങ്ങൾ ഏറ്റുപറയുന്നു. ലോകത്തിൻ്റെ വ്യത്യസ്ത ദിക്കുകളായിരുന്ന ശുശ്രൂഷകൾ എല്ലാ ദൈവമക്കളും ഈ നിമിഷം ഹൃദയത്തിൽ നിന്ന് കർത്താവിൻ്റെ സന്നിധിയിൽ ഈശോയെ നാഥൻ രക്ഷനും കർത്താവുമായി ഏറ്റുപറഞ്ഞ് ഇപ്പോൾ പ്രാർത്ഥിക്കുന്ന എല്ലാ ദൈവമക്കളോടും ചേർന്ന് കർത്താവിനെ ചേർന്ന് പാടി ആരാധിക്കാം. വിശുദ്ധരുടെ കൂട്ടായ്മ ഞങ്ങൾക്ക് നൽകണമേ കർത്താവേ. മാലാഖവൃന്ദത്തിന്റെ കൂട്ടായ്മ ഞങ്ങൾക്ക് നൽകണമേ കർത്താവേ. സ്വർഗവാസി സ്ഥാനം ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. എല്ലാവരും ചേർന്ന് കർത്താവേ ആകയാൽ യേശു കർത്താവാണെന്ന് ഹൃദയത്തിൽ വിശ്വസിക്കുകയും ദൈവം അവനെ മരിച്ചിരുന്ന് ഉയർപ്പിച്ചു എന്ന് നീ അതരങ്ങൾ കൊണ്ട് ഏറ്റുപറയുകയും ചെയ്താൽ നീ രക്ഷ പ്രാപിക്കും. യേശു നാമം മാത്രമാണല്ലോ രക്ഷാനാമം നൽകപ്പെട്ടിരിക്കുന്നത്. അവൻ്റെ നാമത്തിൽ എല്ലാ കെട്ടുകളും പൊട്ടും, എല്ലാ ചങ്ങലകളും അഴിയും, എല്ലാ വാതിലുകളും തുറക്കപ്പെടും. എല്ലാത്തിന്റെ അധിപതി യേശുവാണ്. സ്വരമുയർത്തി യേശുവിനെ ഏറ്റുപറയാ, രക്ഷനാമത്തെ വിളിക്കുക. ഈശോയെ ഞാൻ വിശ്വസിക്കുന്നു, ഞാൻ പ്രഖ്യാപിക്കുന്നു. ഈ ശുശ്രൂഷയെ പങ്കെടുക്കുന്ന എല്ലാ ദൈവമക്കളും എബ്രായലേഖനം 13-8 തിരുവചനം, യേശു ക്രിസ്തു ഇന്നലെയും ഇന്നും എന്നും ഒരേ ആൾ തന്നെയാണ്. ഇന്നലെ അത്ഭുതങ്ങൾ ചെയ്ത കർത്താവ് ഇന്ന് നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ മധ്യ സന്നിധനായ കർത്താവ്, നമ്മുടെ ഭാവിയെക്കുറിച്ച് വ്യക്തമായ പദ്ധതി ഒരുക്കി കാത്തിരിക്കുന്ന കർത്താവ്, എനിക്ക് വേണ്ടി കുരിശിൽ മരിച്ചെന്നെ വീണ്ടെടുത്ത എൻ്റെ യേശു, അവൻ്റെ സന്നിധിയിലാണ് ഞാൻ ആയിരിക്കുന്നത്. ജീവിതത്തെ പരിപൂർണമായി പരമേൽപ്പിക്കാം. ഞാൻ വിശ്വസിക്കുന്നു, ഞാൻ പ്രഖ്യാപിക്കുന്നു. നീ സൃഷ്ടാവാണെന്നും നീ പാലകനാണെന്നും ഞാൻ വിശ്വസിക്കുന്നു, ഞാൻ പ്രഖ്യാപിക്കുന്നു. യേശുവേ രക്ഷക കർത്താവേ, എല്ലാവരും ചേർന്ന് വിശ്വാസത്തോടെ കുടുംബങ്ങൾ ഒരുമിച്ച് കർത്താവിനെ വിളിക്കട്ടെ. വിശ്വസിക്കുന്ന എല്ലാ ഹൃദയങ്ങളും ഒരുമിച്ച് കർത്താവിനെ വിളിക്കട്ടെ. ജെറമിയ 33:3, എന്നെ വിളിക്കുക, ഞാൻ മറുപടി തരും. അടഞ്ഞ ഹൃദയങ്ങൾ യേശുവിന്റെ നാമത്തിൽ തുറക്കപ്പെടട്ടെ. വിശ്വാസമില്ലാത്ത ജീവിതങ്ങളിലേക്ക് വിശ്വാസത്തിന് അഭിഷേകം നിറയട്ടെ. പ്രാർത്ഥിക്കാൻ പറ്റാത്തത് മനസ്സ് മരവിച്ച ജീവിതങ്ങളെ ഈശോയുടെ നാമത്തിൽ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. യേശുവേ യേശുവേ
കരങ്ങൾ ഉയർത്തി കർത്താവിനെ സ്തുതിച്ച് ആരാധിക്കുക. ഹല്ലേലൂയ. എല്ലാ മഹത്വവും, എല്ലാ ആരാധനയോ, എല്ലാ പുകഴ്ചയും സമർപ്പിക്കുന്നു. എല്ലാ സ്തുതികൾക്ക് യോഗ്യനായ കർത്താവിനെ ആരാധിക്കുന്നു. ഇസ്രായേലിലെ സ്തുതിയുടെ സിംഹാസന ഉപേക്ഷണ കർത്താവിനെ ആരാധിക്കുന്നു. കർത്താവേ, എല്ലാ ഭൂഖണ്ഡങ്ങളിലുമായിരുന്ന് ഈ ശുശ്രൂഷയെ പങ്കെടുക്കുന്ന ദൈവമക്കളുടെ നിയോഗങ്ങളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, അഭിഷേകം ചെയ്യണമേ, അഭിഷേകം ചെയ്യണമേ, അഭിഷേകം ചെയ്യണമേ, അഭിഷേകം ചെയ്യണമേ, അഭിഷേകം ചെയ്യണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കരങ്ങൾ താഴ്ത്തി ശാന്തതയിലേക്ക് വരാം. ഇപ്പോൾ ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന ദൈവമക്കള് ഭവനങ്ങളായിരുന്ന ശുശ്രൂഷയിൽ പങ്കെടുക്കുന്നതിന് സ്വസ്ഥമായ സ്വസ്ഥാനങ്ങൾ ഇരുന്ന്, എവിടെയായിരുന്നാലും കർത്താവിന്റെ സ്ഥാനത്ത് സ്വസ്ഥമായി ഇരുന്ന് നമ്മുടെ ജീവിതത്തിൽ നിന്ന് ആത്മശോധന ചെയ്യാം. 3.5 വർഷത്തെ പരസ്യജീവിതത്തിന് ശേഷം തൻ്റെ പ്രിയപ്പെട്ട ശിഷ്യന്മാർക്ക് ഈശോ ഗെത്സമനി വെച്ച് ഉപദേശം കൊടുത്തു. പ്രലോഭനത്തിൽ അകപ്പെടാതിരിക്കാൻ ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കുവാനാണ്. അവൻ ശിഷ്യന്മാരുടെ അടുത്ത് വന്നപ്പോൾ അവരുടെ കണ്ണുകൾ നിദ്രാഭാരമുള്ളതായി കണ്ടു. നിദ്രാഭാരമുള്ള കണ്ണുകളുമായിരുന്ന ശിഷ്യന്മാരെ നോക്കിയിട്ട് അവരോട് വിശ്രമിക്കാനല്ല ഈശോ പറഞ്ഞത്. അവൻ ശിഷ്യന്മാരോട് പറഞ്ഞു, പ്രലോഭനത്തിൽ അകപ്പെടാതിരിക്കാൻ നിങ്ങൾ ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കുവിൻ. ദൈവപുത്രനായിരുന്നിട്ടും മണിക്കൂറുകളും ദിവസങ്ങളും ആഴ്ചകളും പ്രാർത്ഥിക്കാൻ വേണ്ടി മാറ്റിവെച്ച ഈശോ, വ്യത്യസ്ത രീതികൾ പ്രാർത്ഥിക്കാൻ വേണ്ടി അവലംബിച്ച ഈശോ പ്രാർത്ഥിച്ചു. ഈശോ പിശാചിൻ്റെ മേൽ വിജയം നേടി. ശിഷ്യന്മാർ ഗെത്സമനിയിൽ ഉറങ്ങി വിശ്രമിച്ചു. അവർ ജീവിതത്തിൽ പലതവണ പരാജയപ്പെട്ടു. പരിശുദ്ധാത്മാവ് വരുന്നിടം വരെ അവർ ദുർബലരായി തുടർന്നു. ഇന്ന് കർത്താവിനെ സന്ധിച്ച് പ്രാർത്ഥിക്കുകയാണ്. കർത്താവെ, കഴിഞ്ഞ നാളുകളിൽ അങ്ങയുടെ സ്നേഹവും അങ്ങയുടെ കാരുണ്യവും തിരിച്ചറിയാതെ പോയി. ഇത്രത്തോളം സ്നേഹിക്കുന്നൊരു കർത്താവ് ഉണ്ടായിട്ടും, ഇത്രത്തോളം ഞങ്ങളെ കരുതുന്നൊരു ദൈവം ഉണ്ടായിട്ടും, ഞങ്ങളുടെ പേര് ഉള്ളം കൈയിൽ രേഖപ്പെടുത്തുകയും ഒരു തലമുടിയുടെ താഴെ വീഴുന്ന പോലെ ശ്രദ്ധിക്കുന്നൊരു ദൈവം ഉണ്ടായിട്ടും ആ കർത്താവിൻ്റെ സന്ധിയിലായിരിക്കാൻ, ആ ഈശോയുടെ സന്ധി ജീവിതത്തിൽ നിന്ന് തുറന്നു വയ്ക്കുവാൻ വേണ്ട സമയങ്ങളിൽ ആവശ്യത്തിന് പ്രാർത്ഥിക്കാൻ സാധിക്കാതെ പോയി. കർത്താവെ, പൗലോസ് അപ്പോസ്തലൻ പറഞ്ഞ വചനം ശ്രവിക്കുവാൻ ലീദിയയുടെ ഹൃദയത്തെ തുറന്ന പോലെ പ്രാർത്ഥനയുടെ ശക്തി തിരിച്ചറിയുവാൻ, പ്രാർത്ഥനയുടെ ചൈതന്യം ഉൾക്കൊള്ളുവാൻ ഞങ്ങളുടെ ഹൃദയങ്ങളെ തുറക്കണമേ. സ്വർഗത്തിൽ നൽകപ്പെടുന്നില്ലെങ്കിൽ ആർക്കും ഒന്നും സ്വീകരിക്കാൻ സാധിക്കില്ലല്ലോ. ഞങ്ങളുമേ കരുണയായിരിക്കണമേ കർത്താവേ. നിന്റെ ഹൃദയം തകരുമ്പോൾ ശാശ്വത പാറയേശു പുതുജീവൻ പകർന്നിടും. ശാശ്വത പാറയേശു പുതുജീവൻ പകർന്നിടും. ദുഷിക്കുന്നു താങ്ങും കരങ്ങളുണ്ട്. നിന്റെ ഹൃദയം തകരുമ്പോൾ ശാശ്വത പാറയേശു പുതുജീവൻ പകർന്നിടും. താഴ്വര
ഹൃദയം തകരുമ്പോൾ ശാശ്വത പാറയേശു പുതുജീവൻ പകർന്നിടും. ശാശ്വത പാറയേശു പുതുജീവൻ പകർന്നിടും. ശാശ്വത കരങ്ങൾ കർത്താവിൻ്റെ സന്നിധിയിലേക്ക് ഉയർത്തിപ്പിടിച്ച് കർത്താവിന് സന്നിധി ജീവിതത്തെ സമർപ്പിച്ച് അവിടുത്തെ സ്നേഹവും കരുണയും സ്വീകരിക്കാൻ ഞങ്ങൾ ഹൃദയങ്ങളെ തുറക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് മനസ്സ് തുറന്ന് അവിടുത്തെ നമുക്ക് സ്തുതിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവേ, ഭൂമി രണ്ടുപേർ ചോദിക്കുന്ന ഏത് കാര്യം എൻ്റെ സ്വർഗ്ഗസ്നായ പിതാവ് നിറവേറ്റി തരും. അങ്ങയുടെ വചനത്തെ ഞങ്ങൾ വിശ്വസിക്കുന്നു. ഈ കൂട്ടായ്മ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഇപ്പോൾ ലോകത്തിൻ്റെ വ്യത്യസ്ത ദിക്കുകളായി ഈ ശുശ്രൂഷയെ പങ്കെടുക്കുന്ന ജനലക്ഷങ്ങളോട് ചേർന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, അവിടുത്തെ സ്നേഹം തിരിച്ചറിയാൻ, അവിടുത്തെ കാരുണ്യം തിരിച്ചറിയാൻ, അവിടുത്തെ വാത്സല്യം തിരിച്ചറിയുവാൻ, ജീവിതത്തിൻ്റെ പ്രതിസന്ധികളിൽ അങ്ങയുടെ സന്നിധിയിൽ ശരണം വയ്ക്കാനുള്ള കൃപ ഞങ്ങൾക്ക് തരണമേ. അങ്ങയുടെ നാമത്തെ പ്രത്യാശയുള്ള കൃപ ഞങ്ങൾക്ക് തരണമേ. നിരാശ ഉൾക്കൊണ്ടെല്ലാം മാറ്റി ഞങ്ങളെ അഭിഷേകം ചെയ്യണമേ കർത്താവേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന, യേശുവേ ആരാധന. കർത്താവിൻ്റെ സന്നിധിയിൽ ഓരോ ദൈവമക്കളും ജീവിതത്തിൻ്റെ ആയിരിക്കുന്ന അവസ്ഥകളെ ഒന്ന് പരമേൽപ്പിക്കുകയാണ്. ഈശോയുടെ കൂടെ 3.5 വർഷം നടന്നിട്ടും ശിഷ്യന്മാർ പറഞ്ഞു, കർത്താവേ, യോഹന്നാൻ തന്നെ ശിഷ്യന്മാരെ പ്രാർത്ഥിക്കാൻ പഠിപ്പിച്ചതുപോലെ ഞങ്ങളെയും പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കണമേ എന്ന് അവർ എളിമയോടെ ഏറ്റുപറഞ്ഞു. കർത്താവെ, പ്രാർത്ഥിക്കാൻ അറിഞ്ഞുകൂടാ, എങ്ങനെ പ്രാർത്ഥിക്കണം ഞങ്ങൾക്ക് അറിഞ്ഞുകൂടാ. എളിമയോടെ അവർ പ്രാർത്ഥിക്കാൻ വേണ്ടി പഠിപ്പിക്കണമെന്ന് പറഞ്ഞു. ഈശോ അവരെ പ്രാർത്ഥിക്കാൻ പഠിപ്പിച്ചു. ചോദിക്കുന്ന ഏവർക്കും ലഭിക്കുമല്ലോ. ഇന്ന് കർത്താവിൻ്റെ സന്നിധിയിൽ ആത്മാർത്ഥമായി നമുക്കൊന്ന് പ്രാർത്ഥിക്കാം. കർത്താവെ, അവിടുത്തെ സ്നേഹം തിരിച്ചറിയാൻ പറ്റാതെ പോയി, അവിടുത്തെ ശക്തിയിൽ ആശ്രയിക്കാതെ ലോകത്തിൻ്റെ വഴിയെ പോയി. പലപ്പോഴും ജീവിതത്തിൽ പ്രതിസന്ധി ഉണ്ടാകുമ്പോൾ, ഞെരുക്കമുണ്ടാകുമ്പോൾ മാനുഷികമായി ചെയ്യാവുന്നതിൻ്റെ പരമാവധി ചെയ്ത് എല്ലാ വാതിലുകളും അടഞ്ഞതിന് ശേഷമാണ് പ്രാർത്ഥിക്കാൻ വേണ്ടി പലപ്പോഴും പരിശ്രമിച്ചിട്ടുള്ളത്. ഉപവാസം എടുക്കാനോ നിലവിളിക്കാനോ കൂട്ടായ്മയിൽ പങ്കുവെച്ച് പ്രാർത്ഥിക്കാനോ പരിശ്രമിച്ചിട്ടുള്ളത്. കർത്താവെ, ഇത് ഞങ്ങളുടെ കുറവുകൾ ഞങ്ങൾ തിരിച്ചറിയുന്നു. ഒരു നാളിൽ എൻ്റെ പേര് ചൊല്ലി വിളിച്ച് എന്നെ പരിപാലിക്കുന്ന എൻ്റെ കർത്താവിൻ്റെ സ്നേഹവും കർത്താവിൻ്റെ കരുതലും എനിക്ക് മനസ്സിലാകാതെ പോയി. ഈ രാത്രി കഴിഞ്ഞ കാലത്ത് പ്രാർത്ഥിക്കാതെ പോയ നാളുകളെ ഓർത്ത്, കുടുംബ പ്രാർത്ഥന ഉദാസീനത കാണിച്ചതിനെ ഓർത്ത്, ഇടവക കൂട്ടായ്മയിലെ ശുശ്രൂഷകളിൽ ലാഘവബുദ്ധിയോടെ പെരുമാറിയെന്നോർത്ത്, പ്രാർത്ഥിക്കാത്തത് വഴി നഷ്ടപ്പെടുത്തി പോയ എല്ലാ അനുഗ്രഹങ്ങളെ ഓർത്ത് ഈ രാത്രി ഞങ്ങൾ അനുദപിക്കുന്നു. കർത്താവേ, ഞങ്ങളുമേ കരുണയായിരിക്കണമേ, കുടുംബങ്ങളുമേ കരുണയായിരിക്കണമേ. നഷ്ടപ്പെടുത്തി കളഞ്ഞ സമയത്തെയോ ഞങ്ങൾ മാപ്പപേക്ഷിക്കുന്നു. കർത്താവേ, ഒരു നാളിൽ പേര് ചൊല്ലി വിളിച്ച് മാതാവിനുദരത്തിൽ വളർത്തി. ഒരു നാളിൽ പേര് ചൊല്ലി വിളിച്ച് മാതാവിനുദരത്തിൽ വളർത്തി. പിന്നെയോ പൈതല മാറോടു ചേർത്ത് മഹിതലെ കാത്തു പുലർത്തി. പിന്നെയോ പൈതല മാറോടു ചേർത്ത് മഹിതലെ കാത്തു പുലർത്തി. എങ്കിലും ദൈവമേ, ഞാനത് മറന്നു, നിന്നെ അറിയാതെ നടന്നു. എങ്കിലും ദൈവമേ, ഞാനത് മറന്നു, നിന്നെ അറിയാതെ നടന്നു. നിന്നെ അറിയാതെ നടന്നു. ദൈവമേ, ഞാനൊരു പാപി, നിന്നെ അറിയാത്ത പാപങ്ങളോർത്തോർത്തു കരയാനറിയാത്ത പാപിയാണു ഞാൻ. ദൈവമേ, പാപിയാണു ഞാൻ. വിശുദ്ധ യോഹന്നാൻ സുവിശേഷം 16-ാം അധ്യായം 23-24 വാക്യങ്ങൾ. ഇതുവരെ നിങ്ങൾ എൻ്റെ നാമത്തിൽ ഒന്നും തന്നെ ചോദിച്ചിട്ടില്ല, ചോദിക്കുവാൻ നിങ്ങൾക്ക് ലഭിക്കും, അതുവഴി നിങ്ങളുടെ സന്തോഷം പൂർണ്ണമാവുകയും ചെയ്യും. ഈ രാത്രി അപ്പസ്തലന്മാരെ പ്രാർത്ഥിച്ചപ്പോൾ നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവെ, ഞങ്ങളെ പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കണമേ.
ഒരു പ്രതിസന്ധിയിലും പതറാത്ത വിധത്തിൽ, പിശാചൊരിക്കലും ഞങ്ങളെ മേൽ ആധിപത്യം പുലർത്താത്ത വിധത്തിൽ, സാത്താൻ്റെ കോട്ടകളെ തകർക്കാൻ ശക്തരാകുന്ന വിധത്തിൽ പ്രാർത്ഥനയുടെ ഒരു അഭിഷേകം ഞങ്ങൾ ചൊരിയണമേ കർത്താവേ. പ്രാർത്ഥനയ്ക്കുത്തരം നൽകുന്നോനേ, നിന്റെ സന്നിധിയിൽ ഞാൻ വരുന്നേ. സ്വർഗീയ അനുഗ്രഹ ഭണ്ഡാരത്തിൻ വാതിൽ തുറക്കേണമേ. എല്ലാ ദൈവമക്കളും പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥനയ്ക്കുത്തരം നൽകുന്നോനേ, ഹൃദയങ്ങളെ കർത്താവ് കാണുന്നു. ഓരോ തുള്ളി കണ്ണുനീരെ കർത്താവ് അറിയുന്നു. കരങ്ങൾ കർത്താവിലേക്ക് ഉയർത്തിപ്പിടിച്ച് പ്രാർത്ഥന കർത്താവേ, യേശുവേ, യേശുവേ, കർത്താവേ, കർത്താവേ, എല്ലാ ദൈവമക്കളും പ്രാർത്ഥിക്കുന്നു. കരങ്ങൾ ഉയർത്തി സ്തുതിക്കുക. ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവേ, രോഗികളുടെ മേൽ കൃപ വർഷിക്കണമേ. പാപത്തിൽ അടിമത്തി കഴിയുന്നതിന്റെ മേൽ കൃപ വർഷിക്കണമേ കർത്താവേ. പ്രാർത്ഥിക്കാൻ പറ്റാത്ത വിധം ഭാരപ്പെട്ടിരിക്കുന്നതിന്റെ മേൽ കൃപ വർഷിക്കണമേ കർത്താവേ. കടബാധിത ക്ലേശിക ദൈവമക്കളുടെ മേൽ കൃപ വർഷിക്കണമേ കർത്താവേ. ശാലോം ശുശ്രൂഷയിലൂടെ ഇപ്പോൾ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന എല്ലാ ദൈവമക്കളും അനുഗ്രഹിക്കണമേ കർത്താവേ. ഇതിനുവേണ്ടി അധ്വാനിക്കുന്നതിനോട് അഭിഷേകം ചെയ്യണമേ. ദിവ്യകാരുണ്യ ഈശോയുടെ ആശീർവാദം നൽകപ്പെടുന്ന സമയത്ത് കരങ്ങൾ ഉയർത്തി ഹൃദയം തുറങ്ങി അവിടുത്തെ വിളിച്ചപേക്ഷിക്കുക. കേൾക്കണമേ കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ, ഞങ്ങളുടെ യാചന കേൾക്കണമേ കർത്താവേ. ഈശോയെ, പിതാവേ, ഈശോയുടെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. ഈശോയുടെ ബലിയുടെ യോഗം ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കൂട്ടായ്മ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കരുണയായിരിക്കണമേ. തടസ്സങ്ങൾ മാറ്റണമേ കർത്താവേ. പ്രാർത്ഥന ഞങ്ങളെ വളർത്തണമേ കർത്താവേ. ബുദ്ധിയുടെ അഭിഷേകം നൽകണമേ കർത്താവേ. ഈശോയെ, ഈശോയെ, യേശുവേ. കരങ്ങൾ ഹൃദയത്തോട് ചേർത്ത് കണ്ണുകളടച്ച് നമ്മളെ തന്നെ അവിടുത്തെ സന്നിധിയിൽ ഏൽപ്പിക്കുക. അനേകം ദൈവമക്കളെ യേശു സ്പർശിക്കുന്നു. ഹൃദയത്തെ കർത്താവിന്റെ സാന്നിധ്യം അനുഭവിക്കാൻ കർത്താവ് കൃപ കൊടുക്കുന്നു. ഉറ്റമിത്രത്തോട് പോലും ചൊല്ലാതൊതുക്കി യേശുവെന്നു വിളിച്ചതേ ഞാൻ കരഞ്ഞു പോയി. പിന്നെ ഒന്നും പറയുവാനാ കഴിഞ്ഞതില്ല. യേശുവിന്റെ മുൻപിൽ വീണ് കണ്ണീരൊഴുക്കി എന്റെ കണ്ണുകളടച്ച് നമ്മളെ തന്നെ ഈശോയുടെ സന്നിധിയിൽ സമർപ്പിക്കാം. ഈശോയുടെ സാന്നിധ്യം അനുഭവിക്കാം. ഈശോ ജീവിതങ്ങളെ ഏറ്റെടുക്കുന്നു. ഈശോ ഓരോരുത്തരെയും അടുത്ത് വന്ന് അവിടുത്തെ കൃപയാൽ നിറയ്ക്കുന്നു. ഇസ്രായേൽ ഭവനത്തിന്റെ മേൽ കൃപയുടെയും പ്രാർത്ഥനയുടെയും ചൈതന്യം പകരുമെന്ന് അവിടുത്തെ വാഗ്ദാനം ഈ ശുശ്രൂഷ എല്ലാ ദൈവമക്കളുടെ മേലെ അവിടെ ചൊരിഞ്ഞുകൊണ്ടിരിക്കുന്നു. യേശുവേ.